അമ്മയുടെ ഈ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഗൗതം ഒരു വലിയ നിലയിലെത്തും. അവന്റെ കഴിവിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷെ അതുവരെ നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടില്ലേ മോളെ? അതുകൊണ്ടാ. പ്ലീസ് മോളെ, ഇത് വാങ്ങിക്ക് നീ. നമ്മൾ ഇന്നലെ അമ്പലത്തിൽ വെച്ച് സംസാരിച്ചത് പോലും ഗൗതം അറിഞ്ഞു. അതിന്റെ പേരിൽ എന്നോട് വഴക്കിട്ടു. ഇനി ഞാൻ ഇതും വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണോ അമ്മേ? ശരി, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്താവശ്യം ഉണ്ടായാലും എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഞാൻ ചോദിച്ചോളാം. അമ്മ അത് തിരികെ വെക്ക്. എന്തായാലും നാളെ സുജാത ഡോക്ടർ വരുമ്പോ അമ്മ എന്നെ വിളിക്കണം. അവളുടെ കള്ളം പൊളിയുന്നത് അപ്പൊ തന്നെ എനിക്ക് അറിയണം. അത് ഞാൻ ഏറ്റു. ഉറപ്പായും വിളിക്കും. ഭഗവാനെ, ആ ഡോക്ടർ ഇപ്പൊ വരുമല്ലോ. എന്ത് ചെയ്യും? ആലോചിച്ച് വച്ചിരിക്കുന്നതൊന്നും വർക്കായില്ലെങ്കിൽ പണിയാവുമല്ലോ. ഇന്നത്തോടെ ഈശ്വരമംഗലത്തിന്റെ ജീവിതം മിക്കവാറും അവസാനിക്കും. ആ, നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേയുള്ള? സുജാത ആന്റി ഇപ്പൊ വരും. നീ താഴോട്ട് ചെല്ലാത്തെന്ത്? എന്താ പ്രണവേ ഇത്? വരുന്നവരുടെ പോകുന്നവരുടെയൊക്കെ മുന്നിൽ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊടുക്കുന്നത് എന്തിനാ? ഇത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടാ. എന്റെ ശിവാനി, സുജാത ആന്റി ഒരു ഡോക്ടറാണ്. വെറും ഡോക്ടറല്ല, അറിയപ്പെടുന്നൊരു ഗൈനക്കോളജിസ്റ്റാ. പോരാത്തതിന് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും. ഇന്ദിലൊക്കെ ഡോക്ടറും ഗൈനക്കോളജിസ്റ്റ് തന്നെയല്ലേ? കൃത്യമായിട്ട് ഞാൻ ചെക്കപ്പിന് പോകുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ അടുത്ത ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നേ? ഈ ഇന്ദുലേഖ ഡോക്ടറിനെ കുറിച്ച് സുജാത ആന്റി ഒരു ഡൗട്ട് പറഞ്ഞ നീ കേട്ടല്ലേ? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോ എന്റെ വയറ് വലുതാവുന്നില്ലെങ്കിൽ പ്രണവി പറഞ്ഞത് ഞാൻ സമ്മതിച്ചു തന്നേനെ. നോക്കി, ഇപ്പോ എന്റെ വയറ് വലുതായില്ലേ? നോക്ക് നോക്ക്, ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം ഓക്കെയാ. പ്ലീസ് പ്രണവ്, നമുക്കിനി ചെക്കപ്പ് ഒന്നും വേണ്ട. ഇന്ദുലേഖ ഡോക്ടർ മതി നമുക്ക്. നിനക്ക് ഇന്ദുലേഖ ഡോക്ടറിനോടാണ് താല്പര്യം എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ എന്തായാലും സുജാത എന്റെ അടുത്ത് വരാൻ പറഞ്ഞല്ലേ, നീ ഒന്ന് വാ. ആര് വന്നിട്ടുണ്ട്? വന്നേ, വാ. എന്ത് കഷ്ടം ഇത്! വെറുതെ ഓരോരുത്തരെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കങ്ങ് വയ്യ. വയ്യ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ശിവാനി. ആന്റി നിന്നെ പരിശോധിക്കും, അതിലൊരു മാറ്റവും ഇല്ല. വാ. ഇതെന്താ ആ ഹാളിൽ വെച്ചാണ് എന്നെ പരിശോധിക്കാൻ പോകുന്നത്? പ്രണവിന് എന്താ കോമൺ സെൻസ് ഇല്ലേ? അത്ര നിർബന്ധമാണെങ്കിൽ ആന്റി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഈ മുറിയിൽ വെച്ച് പരിശോധിക്കാം. അല്ലാതെ ആ ഹാളിൽ പൊതുദർശനത്തിനൊന്നും എന്നെ കിട്ടൂല. അത് ശരിയാണ്. വെയിറ്റ് ചെയ്യ്. നിനക്കറിയാലോ സുജാതെ, ഈ കുടുംബത്തിലെ അടുത്ത തലമുറയുടെ തുടക്കമായത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടെൻഷനുണ്ട്. എന്തിനാ ടെൻഷൻ ആവുന്നത്? ശിവാനിയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെക്കപ്പ് ഹോസ്പിറ്റലിൽ തന്നെ ആവാറുന്നല്ലോ. ഡീറ്റെയിൽ ആയിട്ട് അവിടെ തന്നെ നോക്കാമായിരുന്നില്ലേ? ഇപ്പൊ സുജാത എന്തായാലും ഒന്ന് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം. പിന്നെ അതിന്റെ പേരിൽ ഇപ്പോൾ ഉഴപ്പിക്കളയരുത്. കാര്യമായിട്ട് എന്നെ ഒന്ന് നോക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മറച്ചു വെക്കാതെ അതെന്നോട് പറയാൻ വേണം. എടാ ശിവാനി എവിടെയാടാ? ഓ, ഒന്നും പറയണ്ടമ്മേ, അവളവിടെ മടി പിടിച്ചിരിക്കുക. എന്തിനാ മടി? മടിയല്ല, ഒരു നാണം. ഹാളിൽ വെച്ച് ചെക്കപ്പ് ചെയ്യണ്ട, റൂമിൽ വെച്ച് മതിയെന്ന്. അത് ശരിയാ. ഇത്തരം കാര്യങ്ങൾക്ക് ഏത് പെൺകുട്ടിയും ഒരു പ്രൈവസി ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കും. അത് തെറ്റല്ല. ഞാൻ റൂമിലേക്ക് വരാം. ഞാനും കൂടി വരട്ടെ സുജാതെ? ചേച്ചി വന്നു നിന്ന് മരുമോളുടെ പ്രൈവസി കളയണ്ട. ഞാൻ പോയിട്ട് വരാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണേ. ആ, നോക്കാം. വാ.
ഡോക്ടർ വന്നോ? ആ വന്നു. ചെക്കപ്പ് ചെയ്യാനായിട്ട് മുറിയിലേക്ക് പോയിരിക്കുക. ആ, ഇന്നത്തോടെ ശിവാനിയുടെ എല്ലാ നാടകവും പൊളിയും. അവളുടെ കള്ളത്തരങ്ങൾക്ക് ഒരു അവസാനമാവും. എനിക്കൊരു പേടിയുണ്ട്. അവളുടെ കള്ളം പൊളിയോ അതോ നമുക്കുണ്ടായിരുന്നത് വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് തെളിയോന്നറിയില്ല. എനിക്ക് ഉറപ്പാണ് അമ്മേ, ശിവാനി പ്രഗ്നന്റ് അല്ല. ആ സത്യം ഇനിയും മറച്ചു വെക്കാനാവില്ല അവൾക്ക്. എന്തായാലും എനിക്കൊരു പേടിയില്ലാതില്ല. ചെക്കപ്പ് കഴിയട്ടല്ലേ. വാ ആന്റി, വാ. ആ ശിവാനി എങ്ങനുണ്ട്? ഏയ് കുഴപ്പമൊന്നുമില്ല. എന്താ പേടിച്ച പോലെ നിൽക്കുന്നേ? അങ്ങനൊന്നുമില്ല. കടിഞ്ഞൂൽ പ്രഗ്നൻസി അല്ലേ? അങ്ങനെയുള്ള പെൺകുട്ടികൾക്കെല്ലാം വല്ലാത്ത ടെൻഷനും സംശയവും. എങ്ങനെയെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കയ്യിലൊന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് സമാധാനമാവൂ. ഓരോ ദിവസവും ഓരോ ടെൻഷനുമായിട്ടായിരിക്കും ശിവാനിയെ പോലുള്ള പെൺകുട്ടികൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. ആ ശിവാനി ഒന്ന് കട്ടിലേക്ക് കയറി കിടക്ക്. എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? കിടക്ക് ശിവാനി. പ്രണവ് പുറത്തേക്ക് നിൽക്കോ? എന്തിന്? പ്രണവിന്റെ മുന്നിൽ വെച്ച് എനിക്ക് വാങ്ങിക്കുക. പ്ലീസ് പ്രണവ്, താഴെ പോയി നിൽക്കൂ. ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് വന്നോളാം. ആഹാ, അതാ ഇപ്പൊ നന്നായത്. ഭർത്താവ് കൂടെ നിൽക്കുന്നത് നാണമാണോ? ശിവാനി ആളൊരു പഴഞ്ചനാണെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തെ കാലത്ത് ഡെലിവറിക്ക് പോലും ഹസ്ബൻഡ് തിയേറ്ററിൽ കൂടെ നിൽക്കും. അല്ല, അതല്ല ആന്റി, എനിക്ക് എന്തോ പോലെ. പ്ലീസ് പ്രണവ്, എനിക്ക് പറ്റൂല. ശരി, നിനക്കിപ്പോ എന്തോ വേണ്ടത്? ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണം, അത്രയല്ലേ ഉള്ളൂ. സമ്മതിച്ചു ആന്റി, ഞാൻ താഴേക്കാം. എന്തായാലും ചെക്കപ്പ് അടക്കട്ടെ. ഓക്കെ. അല്ല, ഇനി നാണം കാരണം എന്നോട് ഇറങ്ങിപ്പോവാൻ പറയോ? അങ്ങോട്ട് കയറി കിടക്ക്.